ഓ അതാണ് ഇനി അടുത്ത ചടങ്ങ്. ഓ ഇത് പിന്നെ കാണാനുണ്ട്, കാണാനും കാണിക്കാനും ഉണ്ട്. ജിമ്മിന് പോയി പണിയെത്തി തകൃതിയായിട്ട് പൊരിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കുഞ്ഞിപ്പത്തലുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ ഇനി അവസാനം കഴിക്കാൻ നേരത്തെ പറഞ്ഞിട്ട്. ഇതെന്ത് സ്വീറ്റ് ആണോ? അതെ ഷാമ്പല്ല. ഞാന് നിങ്ങളെ രണ്ടുപേരും നല്ല ടേസ്റ്റിന്റെ ചോള പൊട്ട കഴിക്കുന്ന ഇത് കഴിക്കുമ്പോ നല്ല ചോള പൊട്ടത്. ആടിന് ഭക്ഷണം കൊടുക്കും. 10 രൂപ ഞാൻ തേക്കണ്ടേന്നു. എല്ലാരും മുടിയൊക്കെ ഡ്രൈ ആയി പോയി. പെണ്ണ തേറ്റാനും ചമ്മ ഇതിന്റെ പേരെന്താ? പൂവിന്റെ പേരറിയില്ലേ? നമ്മുടെ വീട്ടിലുണ്ടായിട്ട് 3 ദിവസം കൊണ്ടുവന്നതിന്റെ പേര് ചെമ്പകം. എന്നിട്ടപ്പോ കൊണ്ടിട്ട് കാര്യണ്ടോ? ബാഗിൽ വെച്ചോ. ആണോ? ഇട്ടപ്പോഴാണ് എല്ലാരും ഇപ്പൊ കാണുന്നത്. ഇവിടെ വെറുതെ നമ്മളെ സൈക്കിള് മൂടിയിട്ടപ്പോഴേ അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി കുറച്ച് ക്ലീനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഈവനിങ് നമുക്ക് തൂതയിൽ പോകാനുണ്ട്. അതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അതിലൊന്ന് ഞാനിപ്പോൾ കാണിച്ചത് ഞാൻ റീൽസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. ഇത് ഞാനൊരു ജ്വല്ലറി ബോക്സ് വാങ്ങിച്ചതാണ്. നമ്മൾ ഇയറിങ്സോ ഇനിയിപ്പോൾ മാലയോ ചെയിനോ അങ്ങനത്തെ എന്ത് ആക്സസറീസ് വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള ബോക്സ് കേട്ടോ. ഞാൻ എൻ്റെ വലിയ ഇയറിങ്സ് എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് എപ്പോഴും കിടക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിക്കാന്ന്. കണ്ടോ, ഇതുപോലത്തെ ഓരോ ഇങ്ങനെ 10 ബോക്സസ് ഉണ്ടാവും കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്കതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനും എപ്പോഴും എടുക്കാനും ഒക്കെ നല്ല സൗകര്യമാവും. പിന്നെ ഓക്സിഡൈസ് ചെയ്ത് പോകുന്നില്ല, നമ്മുടെ കമ്മൽ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. എന്താ പുതിയ നോക്കി എടുക്കണത്? റെഡി ആയില്ലേ? അപ്പോ ടീഷർട്ട് ഇട്ട് കിടക്കാം. ഉണ്ണിക്കൊക്കെ ഇപ്പൊ ഒരു നമുക്ക് പുറത്തു പോയിരിക്കും. ഇന്നത്തെ ഫ്രണ്ട്സ് വരായിരുന്നു കളിക്കാൻ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഈവനിങ് ഒരു പരിപാടി ഉള്ളത് തൂതയിൽ പോവാണ് കേട്ടോ. തൂതയിൽ പോകാൻ ഒരു കാരണം ഉണ്ട്. നിങ്ങള് തമ്പനയിൽ കണ്ട പോലെ ഷെഫ് കുട്ടൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ റനമോളുടെ വീട്ടില്. അപ്പം അവരൊരുപാട് സ്നാക്കുകൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷെഫ് കുട്ടനക്ക് പോകുന്ന വരെ ഇങ്ങനെ പൊരിച്ച് കഴിക്കാൻ പറ്റുന്ന, അതായത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റുന്ന ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസും പിന്നെ കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇത്ത പറഞ്ഞപ്പോൾ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ നമ്മൾ നേരിട്ട് പോയിട്ട് തന്നെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ. നജിതക്കാണെങ്കിൽ വരാൻ പറ്റില്ല, അവൾക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ വാപ്പാക്കും മൗലൂദും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഉമ്മച്ചി, ഞാന്, കുട്ടികള്, ജാസ്മിൻകുട്ടി, ഉണ്ണിമോൻ, മഷു, പിന്നെ സുലു, സായിക്കുട്ടനും അവിടുന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തൂതയിൽ പോവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുകയും ചെയ്യാം, കൂടെ കണ്ണൂർ വിഭവങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓനപ്പൊ ഫസ്റ്റ് എടുക്കണം എന്ന് പറയാം.
യാമിക്കുട്ടി കുട്ടിനെടുക്കാൻ യാമി യാ ഞങ്ങൾ വന്നു കേട്ടാ ഒറ്റയ്ക്ക് മെസ്സാണല്ലേടി യാമിക്കുട്ടിക്ക് ഈ ഒരു കളിയാണ് വേണ്ടത്. ഒരു ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഹലോ പറ അതാ ഓ അതാ അതിനിങ്ങനെ കളിക്കണം. ഇതിന് കുറച്ച് ആൾക്കാരെ കിട്ടിയ സന്തോഷം. എനിക്ക് എടുക്കാൻ വയ്ക്കുന്നത് അതാണ് ഞാൻ അടുത്ത ചടങ്ങ്. ഓ ഇത് പിന്നെ കാണാനും കാണിക്കാനും ഉണ്ട്. അതുപോലെയാണ് തന്നെ നടക്കുക. അത് രണ്ടു വീട്ടിന് അയച്ചിടണം. 2 ബട്ടൺ കൂടി വേണം ഇതിനതില്ല. എത്ര കാലം കൂടി ഇതൊക്കെ ഉണ്ടാവും അല്ലെ? ഉണ്ടാക്കണ്ടെന്നൊക്കെ ഇതിന്റെ ഉള്ളിൽ കുഴപ്പമില്ലാന്നേ. അതേപോലെ അനക്ക് സുഖാണല്ലോ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് രണ്ടടി കൂടുതൽ ഒരു കാര്യം ദിവസം ഉണ്ടാക്കണമെങ്കിൽ പണി. പക്ഷെ ഇതാ കട്ടിയുള്ള പറ്റും നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടാക്കില്ല. ചെറിയ ഉന്നപ്പച്ചട്ടി അത്ര അതിലുണ്ടാക്കണാണ് അത്രത്. അതേപോലെ അപ്പൊ രണ്ടമോട് അപ്പൊ ഞാൻ പറയാ അനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഓരെല്ലാം ഉണ്ടാക്കണ ഓലിക്കാ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ഓളന്മാരോട് പറയാ ഇനിയിപ്പൊ അടുത്ത തലമുറക്കാര് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കുന്നുണ്ടല്ലോ, കണ്ണൂർ പലഹാരം ഇതോടുകൂടി അതൊക്കെ നിൽക്കും. എന്റെ കുഞ്ഞിപ്പത്തിന് പിന്നാലെ ആ ഓവനിൽ വെച്ചിരിക്കുന്ന സാധനം ഇത്ര ദൂരത്തുനിന്ന് പോയി എന്തിനാണ് പെണ്ണ് കണ്ടെന്ന് ഞങ്ങൾ കൊറേ പറഞ്ഞു കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾക്ക് അറിയില്ലല്ലോ, ഞങ്ങൾക്ക് ഒരു തരത്തിലും കണ്ണൂർക്കാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണാനായിട്ടോ. ഇങ്ങനത്തെ ഒരു മാമാങ്കം ഞങ്ങൾ ആദ്യമായിട്ട് കൂട്ടം കൂടൂല. ഇത് ഇടയ്ക്കൊന്ന് കൂടെ വിളിച്ചിരുന്നില്ല, ശരിക്കും പോണ്ടായിരുന്നു. ശരിക്കുള്ള ഉള്ളിലുള്ള വേദന കടിച്ചു പിടിച്ചു ജിമ്മിന് പോയി പണിയെത്തി. അത്ര സിമ്പതിന്റെ ആവശ്യം വേണ്ട, ജിമ്മിന് പോയിട്ടാ അതിനെ കഴിച്ചപ്പോ ഗ്രൂപ്പിലുള്ള കടത്ത കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടില്ല എന്നിപ്പോ ഇങ്ങനെ വരാൻ പറ്റിയത്. അല്ല കളി തമാശ നിൽക്കട്ടെ സാധനം ഞങ്ങളിവിടെ എന്തൊക്കെ കഴിച്ചെന്ന് ചോദിച്ചു. ഞങ്ങൾ ഉണ്ണിയപ്പം മാത്രമേ കഴിച്ചു. കുറച്ച് കണ്ണൂർ പലഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞപ്പോഴത്തേന് എല്ലാരും ഞങ്ങളതാ ഓടി എത്തിട്ടോ. കുറച്ചധികം കണ്ണൂർ പലഹാരങ്ങളുണ്ട്. ഇപ്പൊ ചോറ് കഴിഞ്ഞാൽ അയർലൻഡിൽ ചോക്ലേറ്റ് നിർബന്ധമായി മാറി. ഇത് ഷെഫ്മോന്റെ ജീവിതം. നമ്മള് ചിക്കൻ റോളൊക്കെ എന്തൊക്കെ റോളുകളാ. ചിക്കൻ റോള് അത് സമൂസ കവർ ചെയ്തത്. അതെ ഇതിനൊക്കെ കണ്ണൂരിൽ പ്രത്യേകം പേരുണ്ടാവോ? ഇത് ചിക്കൻ റോളാ. ഇതൊക്കെ ഫ്രോസൺ ആണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടി. പുതിയാപ്പിളൊക്കെ പോവോളൊക്കെ തിന്നാളാണ്. പുതിയാപ്പിളൊക്കെ പോവോളം കഴിക്കാനുള്ളതാണ്. അതെ പോവോളം ഉണ്ടാവോന്ന് അറിയില്ല. ഇതാ ഉന്നക്കായ ഗൈസ് ഇവിടെ. ഇത് സമൂസ. പക്ഷെ ഇത് സമൂസ ബിസ്ക്കറ്റ് വേണ്ട. എവിടെ യാമിക്ക് എന്ത് ബയ്യ കൊണ്ടുവന്ന് ഓനിക്കൊണ്ട് ബാഗ് കാണിച്ചു. ഓ എത്ര ബാഗാ യാമിക്ക് പൊന്നേ. ഇതൊക്കെ യാമിന്റെ ഏത് ബയ്യ കൊണ്ടുവന്ന ബാഗ് ഏതാ? ഇത് ബയ്യ കൊണ്ടുവന്ന ബാഗ് തകൃതിയായിട്ട് പൊരിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടെ. കുഞ്ഞിപ്പത്തലുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ ഇനി അവസാനം കഴിക്കാൻ നേരത്തെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ട്.
അവിടുന്ന് പൊടച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടോ ഇന്നത്തേക്ക് മാത്രം ബിരിയാണി അല്ല ചെമ്മീൻ ബിരിയാണി ഞാൻ പിന്നെ കഴിക്കുന്നത് ബനാന നമുക്ക് എന്നാ തരും നമുക്ക് തരും ഇതെന്ത് സ്വീറ്റാണോ എന്ത് ഷെയർ ചെയ്യാം ഇതെന്താണെന്ന് നമുക്കറിയാം അതിന്റെ പകരം ഞങ്ങളെ നദീനൊക്കെ പേസ് കഴിച്ചു ഷെയർ ചെയ്യും എന്റെ അമ്മായിമ്മ ഷെഫ്കുട്ടിന്റെ അമ്മായിമ്മക്ക് വേണ്ടി ഞങ്ങൾ ദ്രോഹിച്ചു. അമ്മായിമ്മ മാത്രമല്ല കേട്ടോ, കുറെ പേര് കഷ്ടപ്പെട്ടുണ്ടാവും. എന്റെ അമ്മായിമാരും ഉമ്മാമി എല്ലാരും മെനക്കെട്ടുണ്ടാക്കിയ എല്ലാരും കൂടെ മെനക്കെട്ടുണ്ടാക്കിയ നമുക്ക് വേണ്ടിട്ടാ. ഇന്ന് പ്രത്യേകം പറഞ്ഞു കണ്ണൂർക്കൊന്ന് പോകണം. ആ കുഞ്ഞു ആലൻഡിൽ പോയ സമയത്ത് ഞങ്ങൾ ഡീൽ വെച്ചിരിക്കുന്നു. ഞാൻ ഇപ്പൊ അറിഞ്ഞില്ല. എനിക്കറിയാം അങ്ങനെ നല്ല രസം. എല്ലാരും ഒത്തുകൂടി അതൊക്കെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ. പക്ഷെ എനിക്ക് കുറച്ചേ കഴിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഞാൻ എന്നെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അത് മുഴുവൻ ഞാനാ കഴിച്ചത്. പക്ഷെ ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ കഴിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ യാമിക്കുട്ടി ടയേർഡായപ്പോൾ ഞാൻ ജസ്റ്റ് അവളൊന്ന് തോളത്തിട്ടപ്പോഴത്തേനും അവൾ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവൾ ഉറങ്ങിയ തക്ക നോക്കി രക്ഷപ്പെടാം, അല്ലെങ്കിൽ ചിലപ്പോൾ കരയും. ഓക്കെ വീഡിയോ എടുക്കണത് ഞാനത്ര അങ്ങനെ യാമി തൽക്കാലത്തേക്കൊന്നും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങള് തിരിച്ചു പോവാണ്. വാപ്പ മൗലിദിനൊക്കെ പോയി വന്നിട്ടുണ്ട്. അവിടെ നാളെ കുട്ടികൾക്ക് സ്കൂളുണ്ടല്ലേ. ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ ദിവസം ഞങ്ങൾ ഇവിടെ നിന്നിരുന്നു. നാളെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ വരാം. അങ്ങനെ യാമി എൻ്റെ ഇടയ്ക്ക് വീണ്ടും എണീറ്റു കേട്ടോ. അപ്പൊ പിന്നെ ഷൈത്ത വീണ്ടും അവളിങ്ങനെ ഉറക്കി. അവളെൻ്റെ ഏട്ടനും അതുപോലെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് വീണ്ടും കുറച്ചേരൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ പോകാൻ തോന്നണ്ടേ. പിറ്റേത് സ്കൂളുള്ളതുകൊണ്ട് മാത്രം ഞങ്ങളൊരു 10 മണിയായപ്പം പിരിഞ്ഞു. ഓക്കെ 9:30-10 മണി ആ സമയമായപ്പോൾ. അപ്പം അങ്ങനെ നല്ല രസമുള്ള കുറേ പലഹാരങ്ങളുമായിട്ട് നല്ല രസമുള്ളൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ അത്. അപ്പം എന്തായാലും ഇത് കൊടുത്തു വിട്ടാൽ നമ്മുടെ കണ്ണൂരത്തെ എല്ലാ റനമോളുടെ ഫാമിലിക്കും ഭയങ്കര സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.